താരം. അവസാനം നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി തർക്കം കോടതിയിലെത്തിയിരിക്കുകയാണ്. നയൻതാരയ്ക്കെതിരെ ധനുഷ് മദ്രാസ് ഹൈക്കോടതിയിൽ സിവിൽ അന്യായം ഫയൽ ചെയ്തിട്ടുണ്ട്. നയൻതാര പകർപ്പവകാശം ലംഘിച്ചുവെന്നാണ് ധനുഷ് കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത്. ധനുഷിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററിക്കായി നാനും റൗഡി താൻ എന്ന ചിത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നതിന് NOC നൽകാത്തതിനെ കുറിച്ച് ധനുഷിനെ അഭിസംബോധന ചെയ്ത് തുറന്ന കത്ത് പങ്കുവെച്ച് നയൻതാര രംഗത്തെത്തിയതോടെയാണ് കോളിവുഡിൽ വിവാദം ആളിക്കത്തിയത്. പിന്നീട് ചിത്രത്തിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നെറ്റ്ഫ്ലിക്സിൽ നയൻതാരയുടെ ജന്മദിനമായ നവംബർ 18-ന് ഡോക്യുമെന്ററി റിലീസ് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ധനുഷ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ധനുഷ് നയൻതാര വിവാദങ്ങൾക്ക് കാരണമായ നാനും റൗഡി താൻ സിനിമയുടെ അണിയറ ദൃശ്യങ്ങളും ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെറ്റിൽ വിഘ്നേഷ് താരങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതും നയൻതാരയോട് സംസാരിക്കുന്നതും ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രത്തിന്റെ BTS ദൃശ്യങ്ങളും നിർമ്മാതാവിന് അവകാശപ്പെട്ടതാണെന്ന് ചൂണ്ടിക്കാട്ടി ധനുഷ് നേരത്തെ നയൻതാരയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ഇക്കഴിഞ്ഞ നവംബർ 16-നാണ് ധനുഷിനെതിരെ നയൻതാര പരസ്യമായി രംഗത്തെത്തിയത്. നാനും റൗഡി താൻ എന്ന സിനിമയിൽ നിന്നുള്ള പാട്ടുകളും രംഗങ്ങളും BTS ദൃശ്യങ്ങളും ഉപയോഗിക്കാൻ ധനുഷ് NOC നൽകിയില്ലെന്നാണ് നയൻതാര ആരോപിച്ചത്. ചിത്രത്തിന്റെ 3 സെക്കൻഡ് മാത്രമുള്ള BTS വീഡിയോ ഉപയോഗിച്ചതിന് തങ്ങൾക്കെതിരെ ധനുഷ് 10 കോടിയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടെന്ന് കോടതി സമീപിച്ചുവെന്ന് നയൻതാര പറഞ്ഞിട്ടുണ്ട്. നയൻതാര വിഘ്നേഷ് ദമ്പതികളുടെ ബിയോണ്ട് ദി ഫെയറി ടെയിൽ ഡോക്യുമെന്ററി നവംബർ 18-നാണ് നെറ്റ്ഫ്ലിക്സിൽ റിലീസായത്. സിനിമാ താരം, ലേഡി സൂപ്പർ സ്റ്റാർ, മകൾ, സഹോദരി, ജീവിത പങ്കാളി, അമ്മ, സുഹൃത്ത് എന്നിങ്ങനെ നയൻതാരയുടെ ജീവിത വേഷങ്ങൾ വീഡിയോയിലുണ്ട്. 2022-ലായിരുന്നു വിഘ്നേഷ് ശിവനും നയൻതാരയും വിവാഹിതരായത്. 2015-ൽ റിലീസ് ചെയ്ത നാനും റൗഡി താൻ എന്ന ചിത്രത്തിലാണ് വിഘ്നേഷും നയൻസും ഒന്നിച്ചത്. ഇവിടെ വെച്ച് ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു. 2028 ഒക്ടോബറിൽ വാടക ഗർഭധാരണത്തിലൂടെ ഉലകം ഉയരെന്നീ ഇരട്ട കുട്ടികളെ ഈ ദമ്പതികൾക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിലാണ് നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ റിലീസ് ചെയ്തത്. നയൻതാരയുടെ പിറന്നാൾ ദിനത്തിലാണ് റിലീസ് ഉണ്ടായിരുന്നത്. വിവാദങ്ങൾക്ക് കാരണമായ നാനും റൗഡി താൻ ചിത്രത്തിലെ ബിഹൈൻഡ് ദി സീൻസ് ദൃശ്യങ്ങളും അടങ്ങിയതാണ് പുറത്തുവന്ന ഈ ഡോക്യുമെന്ററി. വിവാഹത്തിൽ ഒതുങ്ങി നിൽക്കാതെ നയൻതാരയുടെ ജീവിതകഥ പറയുന്നതാണ് ഡോക്യുമെന്ററി. 1.22 മണിക്കൂറാണ് ഡോക്യുമെന്ററിയുടെ ദൈർഘ്യം. അമിത് കൃഷ്ണനാണ് സംവിധാനം ചെയ്തത്. ഗൗതം വാസുദേവ മേനോന്റെ പേരാണ് നേരത്തെ സംവിധായക സ്ഥാനത്ത് കേട്ടിരുന്നത്. സിനിമാ ജീവിതത്തിന്റെ തുടക്കം മുതൽ മകളുടെ വിശേഷങ്ങൾ വരെയാണ് ഡോക്യുമെന്ററിയിലുള്ളത്. നെറ്റ്ഫ്ലിക്സ് ഗ്ലോബൽ ഫാൻ ഇവന്റിലായിരുന്നു ബിയോണ്ട് ദി ഫെയറി ടെയിലിന്റെ ടീസർ സെപ്റ്റംബർ 24-ന് പുറത്തുവിട്ടിരുന്നത്. നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും ഗംഭീര വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ കാണിക്കുന്ന 1 മിനിറ്റിലധികം ദൈർഘ്യമുള്ള ടീസർ ആയിരുന്നു ഇത്.